റസൽമേനിയ 40-ൽ WWE ഒരു എപ്പിക് സ്റ്റോറി ലൈൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എപ്പിക് എന്ന് പറഞ്ഞാൽ പോരാ, അത്രയധികം കിടിലനായിരുന്നു. റോമൻ റെയിൻസ് വേഴ്സസ് കോഡി റോഡ്സ് തമ്മിലുണ്ടായിരുന്ന ആ ഒരു മാച്ചിൽ WWE ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജേ ഉസോ, ജിമ്മി ഉസോ, ജോൺ സീന, ദ റോക്ക്, അണ്ടർടേക്കർ, ഷീൽഡ്, അങ്ങനെ ഒരുപാട് സ്റ്റോറി ലൈനുകളായിരുന്നു. ഇതെല്ലാം കൂടി വെച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് എക്കാലത്തെയും മികച്ച റസൽമേനിയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എന്നാൽ അതുപോലെയുള്ള ഒരു എക്സ്പീരിയൻസ് വീണ്ടും വരാൻ വേണ്ടി പോവുകയാണ്. സമ്മർ സ്ലാം 2024 അത് ഉണ്ടാവുക എന്ന് തന്നെ നമുക്കറിയാൻ കഴിയുന്നുണ്ട്. സമ്മർ സ്ലാമും അതിനോടനുബന്ധിച്ചിട്ടുള്ള ബാക്കിയുള്ള ഷോകളിലും നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. റോമൻ റെയിൻസുമായും ജോൺ സീനയുടെ റിട്ടയർമെന്റുമായും ഒരുപാട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റോറി തന്നെയായിരിക്കും നടക്കാൻ വേണ്ടി പോകുന്നത്. എന്തായാലും എന്തൊക്കെയായിരിക്കും നടക്കുക എന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കാം. സമ്മർ സ്ലാം 2024 വേണ്ടിയിട്ട് കോഡി റോഡ്സിന്റെ ഒരു മാച്ച് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. കോഡി റോഡ്സ് വേഴ്സസ് സോളോ സിക്കോവ തമ്മിലുള്ള WWE അൺഡിസ്പ്യൂട്ടഡ് ടൈറ്റിലിന് വേണ്ടിയിട്ടുള്ള മാച്ചാണ് ഉറപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു മാച്ച് എല്ലാവരും പറയുന്നുണ്ട് സ്മാക്ഡൗണിന്റെ മെയിൻ ഇവന്റ് ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന മാച്ച് എന്തിനാണ് സമ്മർ സ്ലാം പോലെയുള്ള ഒരു വലിയ ഇവന്റിൽ കൊണ്ടുപോയി വെക്കുന്നത് എന്നുള്ളത്. എന്നാൽ അതിന്റെ കാരണവും ഞാൻ ഈ പറയാൻ വേണ്ടി പോകുന്ന കഥ തന്നെയാണ്. ഒരിക്കലും കോഡി റോഡ്സ് വേഴ്സസ് സോളോ സിക്കോവ തമ്മിലുള്ള മാച്ച് അല്ല അതിന്റെ ഹൈലൈറ്റ്. ആ ഒരു മാച്ചിൽ തിരിച്ചു വരാൻ വേണ്ടി പോകുന്ന ആളെ കുറിച്ച് അല്ലെങ്കിൽ തിരിച്ചു വരാൻ വേണ്ടി പോകുന്ന ആളുകളെ കുറിച്ച് ആലോചിച്ചിട്ട് തന്നെയാണ് ആ ഒരു മാച്ചിന് അത്രത്തോളം ഹൈപ്പ് കൂടുന്നത്. ഏകദേശം എന്റെ ഐഡിയയിൽ അതുപോലെ തന്നെ റൂമറുകളും എല്ലാ കാര്യങ്ങളും കൂടി വെച്ചിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കോഡി റോഡ്സ് വേഴ്സസ് സോളോ സിക്കോവ തമ്മിലുള്ള മാച്ച് തന്നെയായിരിക്കും സമ്മർ സ്ലാം 2024 മെയിൻ ഇവന്റ് ആയിട്ട് നടക്കുക. ആ ഒരു മെയിൻ ഇവന്റ് നടക്കുന്നു. ആ ഒരു മാച്ചിന്റെ ഇടയ്ക്ക് നല്ല രീതിയിൽ കോഡി റോഡ്സ് പെർഫോം ചെയ്യുന്നു. ആ ഒരു മാച്ചിന്റെ ഏറ്റവും അവസാനം സോളോ സിക്കോവ തോൽക്കുമെന്നാവുമ്പോൾ പുതിയ ബ്ലഡ് ലൈൻ അവിടേക്ക് കയറി വരുന്നു. കയറി വന്നുകൊണ്ട് കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്യുന്നു. മേ ബി അതൊരു നോൺ ഡിസ്ക്വാളിഫിക്കേഷൻ മാച്ച് ആയിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ എല്ലാ തവണയും ബ്ലഡ് ലൈനിന്റെ മാച്ചിൽ നടക്കുന്നത് പോലെ റഫറി അറ്റാക്ക് ചെയ്യപ്പെട്ട് അവിടെ എവിടെയെങ്കിലും കിടക്കുകയായിരിക്കാം. ആ സമയത്ത് ബ്ലഡ് ലൈൻ വന്നുകൊണ്ട് കോഡി റോഡ്സിനെ അറഞ്ചും പുറഞ്ചും അറ്റാക്ക് ചെയ്യുന്നു. കോഡി റോഡ്സിന് ഒരു രക്ഷയുമില്ല. ആ ഒരു സമയത്ത് കോഡി റോഡ്സിന്റെ ടീമായിട്ട് ഇതിന് മുൻപേ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ജേ ഉസോ തിരിച്ചു വരുന്നു. ജേ ഉസോ വന്നുകൊണ്ട് കോഡി റോഡ്സിനെ രക്ഷിക്കാൻ വേണ്ടി ന്യൂ ബ്ലഡ് ലൈനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. പക്ഷേ ന്യൂ ബ്ലഡ് ലൈനിലെ ഏറ്റവും കിടിലൻ മെമ്പർ ആയിട്ടുള്ള ജേക്കബ് ഫാറ്റു ജേ ഉസോയെ ഒന്നടങ്കം അറ്റാക്ക് ചെയ്ത് ഒരു സൈഡിലേക്കാകുന്നു. അടുത്ത വ്യക്തി അതാ വരുന്നു ജിമ്മി ഉസോ. ന്യൂ ബ്ലഡ് ലൈൻ ആദ്യമായി അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന വ്യക്തി തന്നെയായിരുന്നു ജിമ്മി ഉസോ. ജിമ്മി ഉസോ തന്റെ പക തീർക്കാൻ വേണ്ടിയിട്ടും തന്റെ ബ്രദർ ആയിട്ടുള്ള ജേ ഉസോയെ അറ്റാക്ക് ചെയ്തതിന് പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടും അവിടേക്ക് കടന്നു വരുന്നു. ജിമ്മി ഉസോയെയും ന്യൂ ബ്ലഡ് ലൈൻ അടിച്ച് തരിപ്പണമാക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും, കാണികളും കമന്റേറ്റേഴ്സും WWE സൂപ്പർ സ്റ്റാർസും എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു നിമിഷം, അതെ, ദ ട്രൈബൽ ചീഫിന്റെ റിട്ടേൺ നിമിഷം. ജിമ്മി ഉസോയെയും അറ്റാക്ക് ചെയ്തുകൊണ്ട് കാണികൾ എല്ലാവരും തന്നെ നോക്കി നിൽക്കുന്നത് ട്രൈബൽ ചീഫിന്റെ എൻട്രിക്ക് വേണ്ടി തന്നെയായിരിക്കും. ആ ഒരു സമയത്ത് ട്രൈബൽ ചീഫ് റിട്ടേൺ ചെയ്യുന്നു. ആ ഒരു മരണമാസ് മ്യൂസിക് വീണ്ടും ഹിറ്റ് ചെയ്യുന്നു. ട്രൈബൽ ചീഫ് വരുന്നു. ബ്ലഡ് ലൈനിനെ ഒന്നടങ്കം അറ്റാക്ക് ചെയ്ത് ഒരു സൈഡിലേക്ക് ആക്കുന്നു. കോഡി റോഡ്സിനെ വിജയിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ കാണികൾക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലായി റോമൻ റെയിൻസ് ഒരു ഫേസ് ക്യാരക്ടറായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളത്. കഥ അവിടെയും അവസാനിക്കുന്നില്ല. ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള സ്മാക്ഡൗൺ എപ്പിസോഡുകളിൽ റോമൻ റെയിൻസും ന്യൂ ബ്ലഡ് ലൈനും തമ്മിൽ, അതായത് ഓൾഡ് ബ്ലഡ് ലൈനും ന്യൂ ബ്ലഡ് ലൈനും തമ്മിലുള്ള ഒരുപാട് സ്റ്റോറി ലൈനുകൾ നടക്കുന്നു. പക്ഷേ കോഡി റോഡ്സിന്റെ കഥയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം വേണ്ടേ? ഒരു റോ എപ്പിസോഡിൽ റാൻഡി ഓർട്ടൺ കോഡി റോഡ്സിനോടായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്ലഡ് ലൈനുമായിട്ടുള്ള ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ കഴിഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റിലിന് വേണ്ടിയിട്ട് ഒരുപാട് പേർ വരും എന്നുള്ളത്. അപ്പോൾ ആ ഒരു സമ്മർ സ്ലാമിന് ശേഷമുള്ള റോ എപ്പിസോഡിൽ കോഡി റോഡ്സ് വന്ന് പ്രോമോ നടത്തുന്നു. റാൻഡി ഓർട്ടൺ വരുന്നു. കോഡി റോഡ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കോഡി റോഡ്സിനെ നല്ല രീതിയിലുള്ള വാക്കുകളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഇനി ആരായിരിക്കും വരിക എന്നുള്ളത് നോക്കാമെന്നെല്ലാം തന്നെ പറയുന്നു. അതാ കിടക്കുന്നു RKO ഔട്ട് ഓഫ് നോവെയർ. റാൻഡി ഓർട്ടൺ കോഡി റോഡ്സിനെ ചതിക്കുന്നു. അങ്ങനെ റാൻഡി ഓർട്ടൺ ഒരു ഹീൽ ക്യാരക്ടറായിട്ട് മാറുന്നു. റാൻഡി വേഴ്സസ് കോഡി തമ്മിലുള്ള ഒരു എപ്പിക് ഫ്യൂഡ് അവിടെ സ്റ്റാർട്ട് ആകുന്നു. ഒരുപാട് പേപ്പർ വ്യൂകൾ അതിനുശേഷം വരുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പേപ്പർ വ്യൂവിൽ റാൻഡി ഓർട്ടൺ കോഡി റോഡ്സിനെ തോൽപ്പിച്ചുകൊണ്ട് ന്യൂ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായി മാറുന്നു. ഹീൽ റാൻഡി ഓർട്ടൺ ആണെങ്കിൽ ഒരു ലക്ഷ്യമില്ലാത്ത പെർഫോമൻസ് തന്നെയായിരിക്കും. അത് 100% ഉറപ്പ് തന്നെയാണ്. ആ ഒരു പെർഫോമൻസും വെച്ചുകൊണ്ട് റാൻഡി ഓർട്ടൺ വീണ്ടും ചാമ്പ്യനായി മാറുന്നു. ചാമ്പ്യനായി കഴിഞ്ഞതിന് ശേഷം കോഡി റോഡ്സ് മറ്റേതെങ്കിലും ഒരു സ്റ്റോറി ലൈനിലേക്ക് മാറുന്നു. മേ ബി വയറ്റ് 6ന്റെ സ്റ്റോറി ലൈനിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം റാൻഡി ഓർട്ടോണ് ഒരു എതിരാളിയെ വേണം. റാൻഡി ഓർട്ടൺ ഒരു ഓപ്പൺ ചലഞ്ച് വെക്കുന്നു. റാൻഡി ഓർട്ടൺ ആ ഒരു ഓപ്പൺ ചലഞ്ച് വെക്കുന്നത് WWE റോ 2025 ആദ്യത്തെ എപ്പിസോഡിൽ, അതായത് നെറ്റ്ഫ്ലിക്സിലേക്ക് WWE പോയിട്ടുണ്ടായിരുന്ന ആദ്യത്തെ എപ്പിസോഡിലായിരിക്കും. ആ ഒരു എപ്പിസോഡിൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ജോൺ സീന അവിടേക്ക് വരുന്നു. ജോൺ സീന വന്നുകൊണ്ട് ഓപ്പൺ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നു. ആ ഒരു മാച്ചിൽ എന്തെങ്കിലും ഒരു കലാപം കാട്ടിക്കൊണ്ട് ആ ഒരു മാച്ച് ഡിസ്ക്വാളിഫൈ ആകുന്നു. ഇവർ തമ്മിലുള്ള ഫ്യൂഡ് മൂർച്ഛിച്ച് റസൽമേനിയ 41 മെയിൻ ഇവന്റ് ആയിട്ട് നടക്കുന്നു. ആ ഒരു റസൽമേനിയ 41 മെയിൻ ഇവന്റ് ജോൺ സീന വേഴ്സസ് റാൻഡി ഓർട്ടൺ തമ്മിലുള്ള അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള മാച്ച്. ആ ഒരു മാച്ചിൽ ഏറ്റവും അവസാനം ജോൺ സീന വിജയിക്കുന്നു.
വിജയിക്കുന്നു. ജോൺ സീന വിജയിച്ചുകൊണ്ട് 17 തവണ ജോൺ സീന വേൾഡ് ചാമ്പ്യനായി മാറുന്നു. അതോടുകൂടി ജോൺ സീന പറയുന്നു, ഇനി ഞാൻ മത്സരിക്കുന്നില്ല, ഞാൻ എൻ്റെ ചാമ്പ്യൻഷിപ്പ് റിലിംഗ്വിഷ് ചെയ്ത് പോവുകയാണ് എന്നുള്ളത്. അങ്ങനെ ജോൺ സീന ടൈറ്റിൽ റിലിംഗ്വിഷ് ചെയ്ത് WWE നിന്നും എന്നേക്കുമായി വിട പറയുന്നു. എങ്ങനെയുണ്ട് ഗായ്സ് എൻ്റെ സ്റ്റോറി? ഇതൊക്കെ നടന്നാൽ ഒരു രക്ഷയുമില്ലാത്ത സ്റ്റോറി ലൈൻ തന്നെയായിരിക്കും. ഒരു വർഷത്തേക്കുള്ള സ്റ്റോറി ലൈൻ തന്നെയാണ് ഈ ഒരു സമ്മർ സ്ലാമിലൂടെ നമുക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. റോ ബ്രാൻഡിൽ റാൻഡി ഓർട്ടണിന്റെയും കോഡി റോഡ്സിന്റെയും അത്യുഗ്രൻ ഫ്യൂഡും, സ്മാക്ഡൗൺ ബ്രാൻഡിൽ റോമൻ റെയിൻസിന്റെയും ബ്ലഡ് ലൈനിന്റെയും ഒരു കിടിലൻ സ്റ്റോറി ലൈനും നമുക്ക് കിട്ടുന്നതാണ്. ഈ ഒരു സമ്മർ സ്ലാം ഞാൻ പറഞ്ഞ ഇതേ രീതിയിൽ, റൂമേഴ്സ് കേൾക്കുന്ന ഇതേ രീതിയിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിലേക്ക് നടക്കുമോ? അതോ ഈ ഒരു വോയിസ് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് തോന്നുന്നത് ഇതൊക്കെ നടക്കാൻ വല്ല ചാൻസും ഉണ്ടോടെ എന്നുള്ളതാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഉടനെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.